കേരളത്തിൽ 20 സീറ്റുകളും നേടാമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് UDF ഉള്ളത്. 12 സീറ്റുകളിൽ വരെ പ്രതീക്ഷ വെച്ചു പുലർത്തുന്ന LDF അക്കൗണ്ട് തുറക്കാനാകുമെന്നാണ് BJPയുടെയും കണക്കുകൂട്ടൽ. മാവേലിക്കരയിൽ UDFനായി സിറ്റിംഗ് MP കൊടിക്കുന്നിൽ സുരേഷ്, LDF സ്ഥാനാർത്ഥിയായ CA അരുൺകുമാർ, NDA സ്ഥാനാർത്ഥി ബൈജു കലാശാല എന്നിവരാണ് മാറ്റുരച്ചത്. കൊടിക്കുന്നിൽ സുരേഷ് കുത്തകയാക്കി വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു മണ്ഡലമാണ് മാവേലിക്കര എന്നത് പ്രധാനപ്പെട്ടതാണ്. റോഷിപാൽ ചേരും വിവരങ്ങളുമായി. റോഷിപാൽ, ഏറ്റവും പ്രധാനം കൊടിക്കുന്നിൽ സുരേഷിന്റെ വ്യക്തിപ്രഭാവം, മണ്ഡലത്തിലെ പരിചയസമ്പത്ത് ഇതൊക്കെ തന്നെയാണ്. അത് തുണയ്ക്കുമോ ഇത്തവണയും കൊടിക്കുന്നിലിനെ എന്നതാണ് ആകാംക്ഷ. പക്ഷേ നേരിയ ഭൂരിപക്ഷത്തിലെങ്കിലും ജയിച്ചു കയറുമെന്ന് CA അരുൺകുമാറിന് പ്രതീക്ഷ വെച്ചു പുലർത്താനാകുന്നുണ്ട് മാവേലിക്കരയിൽ എന്നതാണ് വലിയ പ്രത്യേകത. പ്രത്യേകിച്ച് യുവാക്കളുടെ ഒരു മുഖമായി അരുൺകുമാറിനെ ഉയർത്തിക്കൊണ്ടുവരുന്നതാണ് നമ്മൾ കണ്ടത്. NDA സ്ഥാനാർത്ഥിയായ ബൈജു കലാശാലയാണെങ്കിൽ മുൻപ് കോൺഗ്രസ് പ്രവർത്തകനായിരുന്നയാളാണ്. അദ്ദേഹം പിടിക്കുന്ന വോട്ടുകളും എത്രത്തോളം നിർണായകമാകും മണ്ഡലത്തിൽ? ഏറ്റവും കുറഞ്ഞ പോളിംഗ് ശതമാനമാണ് മാവേലിക്കരയിൽ രേഖപ്പെടുത്തിയത്. പക്ഷേ ഇതൊന്നും തിരിച്ചടിയാകില്ലെന്നാണ് പ്രധാനപ്പെട്ട മുന്നണികളായ UDFും LDFും പറയുന്നത്. ഇരു മുന്നണികളും ഒരുപോലെ തന്നെ അവകാശവാദം ഉന്നയിക്കുന്നുണ്ട് മാവേലിക്കര മണ്ഡലത്തിൽ. UDF സ്ഥാനാർത്ഥി കൊടിക്കുന്നിൽ സുരേഷ് 40,000-നും 45,000-നും ഇടയുള്ള വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നാണ് UDF ക്യാമ്പ് കണക്കുകൂട്ടുന്നത്. LDF സ്ഥാനാർത്ഥി CA അരുൺകുമാർ ആകട്ടെ ഏതാണ്ട് 1,50,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്ന് LDFും അവകാശവാദം ഉന്നയിക്കുന്നു. വാശിയേറിയ പ്രചാരണം നടന്നു. ഒന്ന്, കൊടിക്കുന്നിൽ സുരേഷിനെതിരെ ഒരു വികാരം മണ്ഡലത്തിൽ നിലനിൽക്കുന്നുവെന്ന് നേരത്തെ കോൺഗ്രസ് കണ്ടെത്തിയിരുന്നു. പക്ഷേ പിന്നീട് പ്രചാരണം തുടങ്ങിയപ്പോൾ അതൊക്കെ മറികടക്കാൻ UDF ക്യാമ്പിന് സാധിച്ചു എന്നാണ് പിന്നീടുള്ള വിലയിരുത്തൽ. ഏതായാലും യുവ സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കി മണ്ഡലത്തിൽ അട്ടിമറി ഉണ്ടാക്കാനുള്ള ശ്രമം ഏതായാലും LDFിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി. അത് കൃത്യമായി തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചിട്ടുണ്ട്. ഈ തവണ അട്ടിമറി ഉണ്ടാകും മാവേലിക്കരയിൽ എന്ന് തന്നെയാണ് LDFിൻ്റെ അവസാനത്തെ കണക്കുകൂട്ടൽ. BJP ആകട്ടെ കോൺഗ്രസ് ക്യാമ്പിൽ നിന്നും ഒരാളെ സ്ഥാനാർത്ഥിയാക്കുന്നു. NDA സ്ഥാനാർത്ഥിയായി ബൈജു കലാശാലയെ രംഗത്തിറക്കുന്നു. UDF വോട്ടിൽ വിള്ളൽ വീഴ്ത്തുക എന്ന ലക്ഷ്യമാണ് ഉണ്ടായിരുന്നത്. UDFിനെ സംബന്ധിച്ചിടത്തോളം NSS, KPMS അടക്കമുള്ള സംഘടനകളുടെ പിന്തുണ ലഭിച്ചിട്ടുണ്ടെന്ന കണക്കുകൂട്ടൽ അതിൽ ഉൾപ്പെടെ വലിയ പ്രതീക്ഷയുണ്ട്. മറ്റൊന്ന്, നേരത്തെ വിനീത ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെയാണ് കൊടിക്കുന്നിൽ സുരേഷ് കഴിഞ്ഞ കാലങ്ങളിൽ മണ്ഡലത്തിൽ ഉണ്ടായിരുന്നു, സജീവമായിരുന്നു, വോട്ടർമാരുമായി നേരിട്ടടുപ്പമുണ്ട്. ഇതൊക്കെ ഗുണകരമാകുമെന്ന കണക്കുകൂട്ടൽ UDFിനുണ്ട്. ഏതായാലും ഈ വോട്ടെണ്ണലിന് മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ പോലും UDFിൻ്റെ കണക്കുകൂട്ടൽ 40,000-നും 45,000-നും ഇടയിലുള്ള വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ കൊടിക്കുന്നിൽ സുരേഷ് ഈ തവണയും വിജയിക്കുമെന്നാണ്. പക്ഷേ CA അരുൺകുമാർ പുതുമുഖം അവിടെ സ്ഥാനാർത്ഥിയെ മത്സരിക്കുമ്പോൾ വലിയ പ്രതീക്ഷ LDFും കണക്കുകൂട്ടുന്നു. 1,00,000 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് LDFും പ്രതീക്ഷിക്കുന്നത്. 1,00,000-ഓളം വോട്ടുകൾ NDA സ്ഥാനാർത്ഥി ബൈജു കലാശാലയ്ക്ക് ലഭിക്കുമെന്ന് NDA ക്യാമ്പും കണക്കുകൂട്ടുന്നു. ശരി, റോഷിപാലാണ് മാവേലിക്കരയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. ഇനി